ഹായ് ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷം ഫുൾ ജാർ സോഡ കുടിക്കാൻ പറ്റാത്തവർക്കായി ഇതാ ബോംബ് സോഡ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഫുൾ ജാർ സോഡയിൽ ഉപയോഗിച്ചിരുന്ന പോലെ കുഞ്ഞു ഗ്ലാസ് ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ബോംബ് സോഡ ഉണ്ടാക്കിയതും എൻ്റെ എക്സ്പീരിയൻസും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ പഞ്ചസാര ഇട്ടാൽ ബോംബ് സോഡയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ ബോംബ് സോഡ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പിടി പുതിന ഇല ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കുറച്ച് ബീട്രൂട്ട് കഷ്ണങ്ങളും ഇവിടെ എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇനിയും ഇതിലേക്ക് ആവശ്യം സോഡയാണ്, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും വേണം. നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പുതിന ഇലയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങയിലെ പകുതി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. കുരുവില്ലാതെ വേണം പിഴിഞ്ഞൊഴിക്കാൻ. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. ഈ നാരങ്ങ നീരിൽ വേണം നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ, വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ബീട്രൂട്ട് കഷ്ണങ്ങളും നാരങ്ങാ നീരും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ബീട്രൂട്ട് ചേർക്കുന്നുണ്ടെങ്കിലും ബീട്രൂട്ടിൻ്റെതായ ടേസ്റ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇനി നമുക്ക് സോഡയിലേക്ക് ആവശ്യമായ ബോംബ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള പുതിനയിലയുടെ മിക്സ് ഇതുപോലെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് പുതിനയിലയുടെ മിക്സ് ഇട്ട് നമുക്കൊരു ചെറിയ ബോൾ പോലെ ആക്കിയെടുക്കാം. ഇനിയും ഈ ബോളിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ ഏറ്റവും മുകൾ ഭാഗം വരെ സോഡ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ ആ കുഞ്ഞു ബോംബ് പൊട്ടി ബീട്രൂട്ടിൻ്റെ കളറെല്ലാം ആ സോഡയിൽ കലർന്നിട്ട് നല്ല പിങ്ക് കളറിലുള്ള ബോംബ് സോഡ നമുക്ക് റെഡിയായി കിട്ടും. ഇത് കുടിച്ചാൽ ഫുൾ ജാർ സോഡ കുടിച്ച പോലെ തന്നെ നമുക്ക് തോന്നും. ഇനി നമുക്ക് പഞ്ചസാര ഇട്ടാൽ ബോംബ് സോഡയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടുകയാണ്. അതിനുശേഷം അതിലേക്ക് ഒരു സോഡ പൊട്ടിച്ചൊഴിക്കുകയാണ്. സോഡ ഒഴിക്കുമ്പോൾ ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തേക്കാൾ കൂടുതൽ ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുള്ള ആ ബോൾ ഇട്ട് കൊടുക്കുക. ഈ ബോംബ് പൊട്ടിത്തെറിക്കാതെ എല്ലാം ഗ്ലാസ്സിൽ തന്നെ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുടിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഞ്ചസാര ഇട്ട ബോംബ് സോഡയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.